നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരിയിലെ റോഡുകൾ ആഞ്ഞു വെട്ടിപ്പൊളിച്ച പോലെ തെരഞ്ഞെടുപ്പിൽ ജനം ആഞ്ഞുകുത്തി കുത്തുപാള എടുപ്പിക്കുമെന്ന് CPM-ന് ആശങ്ക. സർക്കാരുകൾ ചെയ്യുന്ന ദ്രോഹത്തിന് 5 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമാണ് പണി കൊടുക്കാൻ ജനങ്ങൾക്ക് അവസരം ലഭിക്കുന്നത്. എല്ലായ്പ്പോഴും അവർ നന്നായി പണി കൊടുക്കുകയും ചെയ്യുന്നു. ഇത് CPM-നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. UDF 2020 അടിച്ചാൽ പിന്നെ പിണറായിക്കും CPM-നും തലയിൽ മുണ്ടിട്ട് പോലും നടക്കാനൊക്കാത്ത അവസ്ഥയാവും ഉണ്ടാവുക. അതുകൊണ്ട് സഖാക്കളോട് മസിൽ പിടുത്തം, ധിക്കാരം, ധാർഷ്ട്യം ഇത്യാദി പോരുകൾ അവസാനിപ്പിക്കാൻ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ഇക്കൂട്ടർ തെരഞ്ഞെടുപ്പ് കഴിയും വരെ വായും നാക്കും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പൂട്ടിവെക്കാനാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത്. പകരം ചെങ്കീരികളെയായിരിക്കും പ്രചാരണത്തിന് ഇറക്കുക. ഇവർക്കുള്ള പരിശീലനം ഏതാണ്ട് പൂർത്തിയാകാറായി. ജനങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും പാർട്ടിയോടുള്ള സമീപനവും മനസ്സിലാക്കാനായി പ്രത്യേക ടീമിനെയും സജ്ജമാക്കി കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സഖാക്കൾ പണിയെടുക്കാൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ, പൊതുസമ്മേളനങ്ങൾ, ബൂത്ത് യോഗങ്ങൾ, കുടുംബയോഗങ്ങൾ അടക്കമുള്ള എല്ലാ പരിപാടികളിലും പരിശീലനം നേടിയ സഖാക്കളായിരിക്കും പ്രസംഗിക്കുക. ഏതൊക്കെ വിഷയങ്ങളിൽ എന്തൊക്കെ പറയണം, എങ്ങനെ പറയണം, ഏതെല്ലാം പറയരുത് തുടങ്ങിയ കാര്യങ്ങൾ പാർട്ടി പരിശീലന കളരിയിൽ തത്തമ്മയെ പൂച്ച പോലെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള സഖാക്കളെ ഇതിനായി തെരഞ്ഞെടുത്തിരുന്നു. കഴിഞ്ഞ തവണ ആലത്തൂരിലെ സ്ഥാനാർത്ഥി PK ബിജു തോൽക്കാൻ കാരണം A വിജയരാഘവൻ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ നടത്തിയ മോശം പരാമർശമായിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്താണ് പുതിയ പരിപാടി പാർട്ടി ആസൂത്രണം ചെയ്തത്. നാക്കുപിഴ, വ്യക്തിഹത്യ, ദ്വയാർത്ഥ പ്രയോഗം എന്നിവ വിവാദമാവുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ എതിരാളികൾ ആയുധമാക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് ലക്ഷ്യം. നമ്മുടെ കൺവീനർ ചിറ്റപ്പനെ പോലെയുള്ളവരുടെ നാക്ക് വടം വെച്ച് കെട്ടിയാലും പിഴയ്ക്കുന്നതാണ് പതിവ്. ആവേശത്തിലോ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നതാണിത്. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചിറ്റപ്പൻ നടത്തിയ ചില പ്രസ്താവനകൾ വലിയ വിവാദമായിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് തിരുത്തിയിട്ടും കാര്യങ്ങൾ അത്ര വെടിപ്പായില്ല. വേലി തന്നെ വിളവ് തിന്നുന്ന സ്ഥിതിയാണെന്ന് അർത്ഥം. തനിക്കും കുടുംബത്തിനും സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഉയർന്ന ആക്ഷേപം, അധിക്ഷേപം, ആരോപണം എന്നിവയിൽ നിന്ന് കരകയറാൻ പരമാവധി സീറ്റ് പിടിച്ചെടുക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. പിണറായിയുടെ ഏകാധിപത്യം, ധിക്കാരം, മരുമോന്റെ അഹങ്കാരം, മകളുടെ കമ്പനി ഉണ്ടാക്കിയ നാണക്കേട് എന്നിവയ്ക്ക് അറുതി വരുത്താൻ ചില നേതാക്കളും പ്രവർത്തകരും കാത്തിരിക്കുകയാണ്. ഇത് മുൻകൂട്ടി കണ്ടാണ് ഇത്തരത്തിലൊരു പരിശീലന കളരി സംഘടിപ്പിച്ചത്. ഒരു നിയമസഭാ മണ്ഡലത്തിലെ യുവജന വനിതാ സംഘടനകളിലെ 200 പേരെ വീതമാണ് പരിശീലനത്തിൽ പങ്കെടുപ്പിച്ചത്. ഇവരാകുമ്പോൾ ജാഗ്രതയോടെ പ്രവർത്തിക്കുമെന്ന് പാർട്ടിക്ക് ഉറപ്പാണ്. ഇവരല്ലാതെ ആരെങ്കിലും പ്രസംഗിക്കണമെങ്കിൽ അവർക്ക് മുൻകൂർ നിർദ്ദേശങ്ങൾ നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാക്കുപിഴ, വാക്കുപിഴ, അംഗവിക്ഷേപം, അതിരുകടന്ന പരിഹാസം, വ്യക്തിഹത്യ എന്നിവയ്ക്ക് പുറമെ പ്രസംഗ സ്ഥലത്തെ ക്യാമറകൾ എല്ലാത്തിലും കണ്ണു വേണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പ്രസംഗത്തിൽ തള്ളുകളോ ദഹിക്കാത്ത ക്യാപ്സ്യൂളുകളോ പാടില്ല. വളരെ പ്രസക്തമായ കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രസംഗിക്കണം. അതുകൊണ്ട് മുൾമുനയിലാകും സഖാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗം. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാകും. ക്ഷേമ പെൻഷൻ, സാമ്പത്തിക പ്രതിസന്ധി, ശമ്പളവും പെൻഷനും മുടങ്ങിയത്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ്, CAA, പലസ്തീൻ പ്രശ്നം തുടങ്ങിയ വിവാദ വിഷയങ്ങളെ എങ്ങനെ നേരിടണമെന്ന താത്വിക അവലോകനങ്ങളും പ്രസംഗ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇവിടെ ജോജിയും നിശ്ചലം കളിക്കുന്ന കോൺഗ്രസും CPM ഡൽഹിയിൽ അടയും ചക്കരയുമാണെന്ന BJP ആരോപണം മറികടക്കാൻ വർഗീയത, തീവ്ര ഹിന്ദുത്വം, അഴിമതി, ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയ ആയുധങ്ങൾ എടുത്ത് പ്രതിരോധിക്കാനാണ് നീക്കം. എല്ലാ വോട്ടർമാരെയും ഒരുപോലെ കണ്ട് വോട്ട് ചോദിക്കാതെ പ്രായമായവർ, യുവാക്കൾ, മധ്യവയസ്കർ, വിദ്യാർത്ഥികൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവരെ അടക്കം പ്രത്യേകം കാണണമെന്നും നിർദ്ദേശമുണ്ട്. ഇവരുടെ പരാതികളും അഭിപ്രായങ്ങളും ആരായണം. ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയാത്തവരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാൻ സ്ക്വാഡ് ഉണ്ട്. ഇതിനെല്ലാം പുറമെ അപ്പോഴുള്ള കാര്യങ്ങൾ അറിയിക്കാനും പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനും പരിഹരിക്കാനും വാട്സപ്പ് ഗ്രൂപ്പുകളും ആരംഭിച്ചു. അങ്ങനെ മൊത്തത്തിൽ വലിയൊരു വാർ റൂമാണ് CPM തുറന്നിരിക്കുന്നത്. മുങ്ങിത്താഴാറായ അവസാനത്തെ കപ്പലും കപ്പിത്താനുമാണ് കേരളത്തിലെ CPM മുഖ്യമന്ത്രി പിണറായി വിജയനും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ആദ്യം തെറിക്കുക പിണറായിയുടെ തൊപ്പിയായിരിക്കും. അതുകൊണ്ട് പ്രസംഗക്കളരിയിൽ ചുവട് പിടിച്ചാൽ വിജയൻ കടക്ക് പുറത്താകും.